അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല, വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ഒരു നേതാവ്. ആരെ എന്തും ഏത് രീതിയിലും എവിടെ വെച്ചും എങ്ങനെയും വിളിച്ചു പറയാൻ ഒരു മടിയും ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാലും പറഞ്ഞിരിക്കാം. PC ജോർജ്. അദ്ദേഹത്തിന് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ നല്ലൊരു മറുപടി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ PC ജോർജ് സാറിനുള്ള ഒരു മറുപടിയാണ്. നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുഴക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മറുപടി സാറേ, 24ാമത്തെ വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെൺപിള്ളേരെ നേരത്തെ കെട്ടിച്ചു വിടണമെന്ന്. സാറേ, കാലം 2025 കല്യാണമല്ല ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ വിവരവും പക്വതയുമല്ല പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം. സ്വന്തമായി അധ്വാനിച്ച്, അതായത് നന്നായിട്ട് പഠിച്ച് എക്സാം എല്ലാം പാസ്സായി, ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി ജോലിക്ക് കയറി ശമ്പളം കിട്ടിയ അപ്പോൾ തുടങ്ങും നാട്ടുകാരുടെ ചോദ്യം, കെട്ടിച്ചു വിടുന്നില്ലേ, കല്യാണമായില്ലേ? എന്തിനാ? ഈ കിട്ടിയ ശമ്പളമുള്ള പെൺകൊച്ചിനെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിലെ പണി ചെയ്യാനും, ആരോ വളർത്തി വഷളാക്കിയ ഒരു ചെറുക്കൻ്റെ തുണി കഴുകാനും, അവരുടെ വീട് തുടച്ചിടാനും, പിന്നെ അയാൾ പറയുന്ന എല്ലാം ചെയ്യാനുമുള്ള ഒരു അടിമയായിട്ട് സ്വയം വിൽക്കാൻ തയ്യാറല്ലാത്ത പെൺകുട്ടികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാറ് ലവ് ജിഹാദിന്റെ കണക്ക് പറഞ്ഞല്ലോ. ക്രിസ്ത്യാനി കുടുംബത്തിൽ ലവ് ജിഹാദിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പന്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ? നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. മുസ്ലിങ്ങളെ വോട്ട് കിട്ടാതെ തോറ്റതിന് വാതോരാതെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അയ്യോ മാപ്പ് തരണേ എന്ന് കോടതിയിൽ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും കോടതി മാപ്പ് ജാമ്യം കൊടുക്കാതെ ശിക്ഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, പെൺകുട്ടികളെ 24 വയസ്സിന് മുമ്പ് കെട്ടിക്കണം. ഈ പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചു കൊടുത്ത് അവർ കുറെ കുട്ടികളൊക്കെ അങ്ങോട്ട് പ്രസവിച്ച്, അതായത് കുട്ടികളെ പ്രസവിക്കുന്ന ഒരു യന്ത്രമാണ് സ്ത്രീകൾ. സ്ത്രീകളാണല്ലോ ലോകത്തെല്ലായിടത്തും പ്രസവിക്കുന്നത്, അത് ശരി. പക്ഷേ അവരുടെ അനുവാദമോ അവരുടെ അഭിപ്രായമോ കേൾക്കാതെ തനിക്ക് 24 വയസ്സിന് മുകളിൽ പെൺകുട്ടികൾ വീട്ടിലുണ്ടായിരുന്നാൽ അവരെ വെച്ചിരിക്കാൻ പാടില്ല, അവരെ ഉടനെ കെട്ടിച്ചയക്കണം. അപ്പോൾ അതിനെതിരെ സംസാരിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയെ ആസ്പദമാക്കിയിട്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം പടച്ചുവിട്ട ചില വാക്കുകൾ, നർക്കോട്ടിക്സ് ജിഹാദ്, എന്താണ് ഈ സംഭവം? പിന്നെന്താ ലവ് ജിഹാദ്? ഈ പ്രേമിച്ചിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ PC സാറിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഈ പെൺകുട്ടികൾ, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിക്കുന്ന ഈ പെൺകുട്ടികൾ, ഈ മുസ്ലിം യുവാക്കൾ കൈയും കണ്ണും കാലും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് വീണു പോകാൻ മാത്രം അത്രയ്ക്ക് ദുർബലരായ കുട്ടികളാണോ? അവർക്ക് സ്വാഭാവികമായിട്ടും വിവരവും വിദ്യാഭ്യാസവും വിവേകബുദ്ധിയും ഒന്നും അവർക്കില്ലേ? അത് എന്തുകൊണ്ടാണ് സാർ അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പൊ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ അത്രയും ദുർബലരാണ്. ഈ ദുർബലർ അല്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ വന്ന് ഓരോരുത്തർ ഈ കണ്ണും കാലും കൈയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമുണ്ട്, അവരാലോചിച്ച് കെട്ടിച്ച് തരുന്ന മതി എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടൂടെ? അവരെ ഇഷ്ടത്തിന് പ്രേമിക്കുകയും അവരെ കൂടെ പോകുകയും നല്ലൊരു സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർ ജാതി മാറുകയും ചെയ്യുന്നു. ആലോചിക്കണം, നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം നിരൂപിച്ചു കഴിഞ്ഞു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവമില്ല.
ഹാദിയയുടെ കേസിൽ NIA വരെ റിപ്പോർട്ട് നൽകി. NIA എത്ര തവണയാണ് ഹാദിയയും അവളുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്തത്. അതിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ അവർ ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു സംഭവമില്ല. പ്രേമമുണ്ട്, വിവാഹമുണ്ട്, പ്രേമവിവാഹമുണ്ട്. കാരണം ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പൊട്ടിമുളച്ചതല്ലല്ലോ. ക്രിസ്ത്യാനിയും മുസ്ലിമും ഇന്ത്യയിൽ വന്നിട്ട് വരുമ്പോൾ സ്ത്രീകളെയും കൂടെ കൊണ്ടല്ലല്ലേ വന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൂടെ കൊണ്ടാണ് വന്നത് തന്നെ. ഇവിടെ വന്ന് കല്യാണം കഴിച്ച് മതങ്ങൾ മാറിയത് തന്നെയാണ് മിസ്റ്റർ PC ജോർജ്. അല്ലാതെ ആരും ഒരു പെണ്ണിനെയും ഇവിടെ കൊണ്ടുവന്നില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ട് പുരുഷന്മാർ വന്നു. അത് എന്ന് വന്നു എന്ന് ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ? എന്നാണ് ഇവിടെ ഈ ഇന്ത്യക്കകത്ത് ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും വന്നത്? അങ്ങനെ എവിടെയെങ്കിലും ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പെണ്ണുങ്ങളെ, ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർ സ്വയം മനസ്സാലെ ജാതി മാറി അവർ ഇപ്പോൾ അതാത് മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. നിങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി നിങ്ങൾ ആരെയും എന്തും പറയുന്ന ഒരു നേതാവായി തീർന്നു. അല്ലാതെ നിങ്ങൾക്ക് യാതൊരു നിങ്ങളെ ഒരു തരത്തിലും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല. ഒരു പൊതുസമൂഹത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി പല പ്രാവശ്യം നിങ്ങൾ മന്ത്രിയും MLA ഒക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടിക്കാരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ നാട്ടുകാർ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. അതിന് നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അതുകൊണ്ട് അവന്മാരെ എല്ലാവരെയും ഇവിടുന്ന് വോട്ടിക്കണം. ഇപ്പൊ പറയുന്ന മറ്റൊരു വിഷയം, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കണം. ബ്രിട്ടീഷുകാർ സാറേ, PC സാറേ, ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഈ പറയുന്ന ടീമുകളും ഒരുമിച്ചാണ് നിന്നത്. മനസ്സിലായില്ലേ? എല്ലാ ഹിന്ദുക്കളും ഇല്ല, അതില് കലാപത്തിനിറങ്ങിയ ഹിന്ദുക്കളും ഉണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾ കുറവായിരുന്നു ഈ ബ്രിട്ടീഷുകാരെ വോട്ടിക്കാൻ. അത് സാറിന് അറിയാമോ എന്നറിയില്ല. എന്തായാലും അറിയുന്ന വ്യക്തിയാണ്, അറിയാതിരിക്കാൻ, കാരണം ഒരു പൊതുപ്രവർത്തകനാണല്ലോ. അപ്പൊ അതൊന്നും അറിയാതിരിക്കാൻ യാതൊരു വഴിയില്ല. അപ്പോ നമുക്ക് ആ സ്ത്രീ പറയുന്ന വിഷയം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? PC ജോർജിന് കൊടുത്ത ഏറ്റവും നല്ല മറുപടിയാണ്. കാരണം ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, PC ജോർജ് ഒരു സ്ത്രീയെക്കുറിച്ച് അപമാനിച്ചത്. അതും വളരെയധികം അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല മറുപടി. അതുപോലെ ഒരു ചെറിയ മറുപടിയാണ് ഇത്. ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെല്ലാം കെട്ടിച്ചയക്കണം. ആ കെട്ടിച്ചുവിടാത്ത പിതാവിനെ, ആ തന്തയെ പിടിച്ച് തല്ലണം. അപ്പൊ ഇയാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഈ പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചുവിടാൻ. വളരെ മോശപ്പെട്ട പരാമർശമായിപ്പോയി. കാരണം 24 വയസ്സ് പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം, അവർ കുറെ മക്കളെ പ്രസവിക്കണം, ഈ സമൂഹത്തില് ക്രിസ്ത്യൻ ജനറേഷൻ കൂട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു പരിപാടി. അത് വളരെ മോശപ്പെട്ട പരിപാടിയായിപ്പോ. നിങ്ങളുടെ സമുദായത്തിലെ കുട്ടികളെ നിങ്ങൾ തന്നെ കരിവാരി തേക്കുന്ന, അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച വാക്കുകളായിപ്പോ. അതിനോടൊപ്പം ഉപയോഗിച്ച മറ്റൊരു പദമാണ് നെർക്കോട്ടിക്സ് ജിഹാദും ലവ് ജിഹാദും. കാരണം ഇയാൾക്ക് വീണ്ടും അധികാരത്തിൽ വരണം. അതിനു വേണ്ടി മറ്റുള്ളവർ ഇപ്പൊ കാസ എന്നൊരു അച്ഛനും മോനും കൂടി ചേർന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ഇതെന്താണ് സംഭവം? കാസ എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി. ഇനി അതിന്റെ പിന്നാലെ കാരണം ആർക്കും ഒരു പാർട്ടിക്കാരനും വേണ്ട, അവർക്കൊക്കെ തലവേദനയാണ്. അപ്പൊ നമുക്ക് ആ വിഷയം ഒന്ന് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം. സാറിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമില്ല ഇപ്പൊ റീസെന്റ് ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ജീവിക്കുന്ന വീട്ടിലേക്ക്, അഥവാ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് സാർ അവിടെ പോയിരുന്നോ? അവരുടെ ആത്മഹത്യയുടെ കാരണം സാർ അന്വേഷിച്ചിരുന്നോ? സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നസ്രാണി കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത്, അതും പള്ളിയച്ഛനുള്ള കുടുംബത്തിലേക്ക്. അപ്പോൾ വാല്യൂ കുറച്ചുകൂടെ കൂടുവേ. എന്നിട്ട് എന്തു പറ്റി സാറേ? എന്തു പറ്റി? ഒരു റെയിൽവേ ട്രാക്കിലെ അമ്മയും മക്കളും ചിന്നിച്ചെതറി. കണ്ടില്ലല്ലോ PC ജോർജ് സാറിനെ ആ നാട്ടിലേക്കെങ്ങും. അതിന് മുന്നേ ഒരു ജോലി എടുക്കാൻ സാറിനെ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലെ ലവ് ജിഹാദിന് പരിഹാരം, ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമായിട്ട് പെൺപിള്ളേരെ കെട്ടിച്ചു വിടണം എന്നുള്ള പടുവിഡ്ഢിതരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന്. സാർ അറിഞ്ഞായിരുന്നോ കേരളത്തിൽ നിന്നും റീസെന്റ് പിടിച്ചെടുത്ത MDMA കണക്കുകൾ? സാർ അറിഞ്ഞായിരുന്നോ സ്വന്തം അമ്മേനെയും സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന്?
ഡ്രഗ് അടിച്ച് അമ്മയേതാ പെങ്ങളേതാ അപ്പനേതാ തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചു വരുന്നുണ്ടെന്ന് സാർ അറിഞ്ഞായിരുന്നോ? സാറ് പ്രതികരിക്കേണ്ടത് ഇതിനെതിരല്ല. സാറിന് നല്ല ഉദ്ദേശമാണെന്നെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് ഈ ഡ്രഗ്സ് എവിടെ നിന്നും വരുന്നു, ഇതെങ്ങനെയാണ് 12 വയസ്സുള്ള കുട്ടികളുടെ കയ്യിലെ കിൻഡർ ജോയുടെ ഫോമിലും ഡയറി മിൽക്കിന്റെ ഫോമിലും ഈ ഡ്രഗ്സ് എങ്ങനെയാണ് എത്തുന്നത് സാറ് തിരിച്ചറിയാൻ നോക്കുക, അത് നിർത്താൻ നോക്കുക. പിന്നെ രണ്ടാമതായിട്ട് 24 വയസ്സാകുന്ന പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പന്റെയും അമ്മയുടെയും കഷ്ടപ്പാടിനെ കുറിച്ച് അറിയുക. സ്ത്രീധനം ഇല്ല എന്നെല്ലാവരും പറയും. വലിയ വലിയ സ്ത്രീധനത്തോടു കൂടി നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിലേക്ക് പാലായിലേക്കൊക്കെ കെട്ടിച്ചു വിട്ട കുറെ ആൾക്കാരുടെ അവസ്ഥ എനിക്കറിയാം സാറേ. അവരും അനുഭവിക്കുകയാണ്. ഇപ്പോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആരോടും വെളിയിൽ കുടുംബത്തിന് അഭിമാനം പോകുമെന്ന് വിചാരിച്ച് ആരോടും ഒന്നും പറയാതെ സഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാറ് നോക്ക്. അച്ഛന്മാരെ എത്താൻ അച്ഛന്മാർ പറയും, നമ്മുടെ യേശു ക്രിസ്തു സഹിച്ചില്ലേ, നമ്മൾ സഹിക്കണം. എത്ര കാലം? ജീവിതം എന്ന് പറഞ്ഞാൽ കെട്ടിന്റെ വീട്ടിൽ ആട്ടും തുപ്പും സഹിക്കാനുള്ളതല്ല എന്ന് ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ പെൺകുട്ടികളെ. എന്നിട്ട് അവർക്ക് നല്ല ജീവിതം കൊടുത്തിട്ട് പറയൂ, അവരുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ നല്ല ജീവിതത്തിലേക്ക് പോകൂ എന്ന്. അതിന് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ, അതിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതല്ല കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ദേ ലീവ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ഫ്രേസൊക്കെ പഴങ്കഥയായി പോയി. അതൊക്കെ ഒരു ഫ്രേസ് മാത്രമായി പോയി. അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത്. ദയവ് ചെയ്ത് കുട്ടികൾ ജീവിക്കട്ടെ സാറേ, അവർ ലോകം ചുറ്റട്ടെ, അവർ ജീവിതം എന്താണെന്ന് അറിയട്ടെ, അവർ മറ്റു രാജ്യങ്ങളിൽ പോകട്ടെ, അവർ അധ്വാനിക്കുന്ന കാശും കൊണ്ട് അവർ ജീവിക്കാൻ പഠിക്കട്ടെ. എന്നിട്ട് അവർക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണ് ജീവിതത്തിൽ ഒരു തുണ വേണം, ഒരു കൂട്ട് വേണം, എനിക്കൊരു പങ്കാളി, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പാർട്ട്ണർ, സ്ലേവ് അല്ല പാർട്ട്ണർ, ഹൗസ് മെയ്ഡ് അല്ല പാർട്ട്ണർ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ. അതാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളോട് പറയാനുള്ളത്. അതാണ് സാറിനെ പോലുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഏരിയയിൽ തന്നെയാണ് ഈ അടുത്ത സമയത്ത്, അതായത് നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന തൊട്ടടുത്ത മുമ്പിലുള്ള ദിവസങ്ങളിലാണ് ഒരു അപകടം എന്ന് പറയാൻ പറ്റില്ല, മനഃപൂർവ്വം അവരറിഞ്ഞുകൊണ്ട് അവരുടെ ശരീരത്തെ ഈ ഭൂമിയിൽ നിന്നും വിട്ടയപ്പിച്ചു. അത് സാർ അറിഞ്ഞില്ലേ? ഏതോ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി തപ്പിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലോ കരയിലോ എവിടെയോ തപ്പുന്ന സമയത്ത് ഈ ചിന്നിച്ചിതറിയ ശരീരം പറക്കി കൂട്ടാൻ സാറ് പോയിരുന്നോ? ആ ട്രാക്കിൽ ചിന്നിച്ചിതറി കിടന്ന ശരീരം ഒന്ന് കാണാൻ സാർ പോയിരുന്നോ? അവർ എന്തിനു വേണ്ടിയാണ് ആ ജീവിതം അവസാനിപ്പിച്ചതെന്ന് കേൾക്കാൻ സാർ പോയിരുന്നോ? താങ്കൾ പറഞ്ഞ അതേ സമുദായത്തിൽ കെട്ടിച്ചു കൊടുത്ത് ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും നാളെ താങ്കളുടെ കണക്കും പ്രകാരം 24-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു കൊടുക്കാൻ ഉള്ള പ്രാപ്തിയായി വരാനുള്ള 2 പെൺകുട്ടികളാണ് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി അവർ പോയത്. ഈ മേഡം പറയുന്നത് കേട്ടില്ലേ? പല സ്ത്രീകളും കല്യാണം കഴിച്ചു കൊടുത്ത അപ്പനും അമ്മയുടെയും, അതായത് അമ്മായച്ഛൻ്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് താങ്കളൊന്ന് ചിന്തിക്കാറുണ്ടോ? അതെ, അവരങ്ങ് എല്ലാം കൈകാര്യം ചെയ്തോളും എന്ന് ചിന്തിക്കുകയാണോ സാറിന് വേണ്ടത്? അതല്ല, സാറിന് വേണ്ടത് അധികാരമാണ്. അധികാരത്തിന് വേണ്ടി സാർ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും. അങ്ങനെ ഒരു വളഞ്ഞ വഴിയുടെ സ്വീകാര്യമാണ് ഇപ്പോൾ വന്ന ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും. ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോഴെന്തോ ഒരു അഭിമന്യ പിതാവിൻ്റെ ആ മീറ്റിങ്ങിൽ ഈ സംഭവം പറഞ്ഞു. അതിനൊരു ചർച്ച നടന്നു. അവർ പറയുന്നത് അവരുടെ അനുവാദത്തോടു കൂടി അല്ല ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദിൻ്റെയും കാര്യം ഇദ്ദേഹം പറഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിച്ചാണ് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ മറ്റുള്ളവർ വിളിക്കുക? എങ്ങനെയാണ് വിശ്വസിച്ച് വിളിക്കുക? ഒരു തരത്തിലും. കാരണം അവർ പറയുന്ന വാക്കുകളായിരിക്കില്ല. അവർ പറയുന്ന നിങ്ങൾ ഈ സാർ വന്ന് ഇത് ആവണം പറയേണ്ടത്. കുട്ടികളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളാണ് അതിനുള്ള ഒരു മീറ്റിംഗ് ആണ് അവിടെ നടന്നത്. പക്ഷെ പറഞ്ഞതോ മറ്റൊന്ന്. അവരുദ്ദേശിച്ചതും
ഇദ്ദേഹം ഉദ്ദേശിച്ചതും രണ്ടും രണ്ട് രീതികളാണ്. ഞാനിപ്പോൾ വരുന്നത് ഈരാറ്റുപെട്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അത് രണ്ടും മാത്രമാണോ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം? ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപെട്ടെന്നാണ് പറഞ്ഞ വെറുതെയല്ല. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ്, നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെങ്കുച്ചിനെ പിടിച്ചു വെച്ച് ആ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെങ്കൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. അതിനടിസ്ഥാനമായിട്ട് ഒരു കേസെങ്കിലും മുന്നോട്ട് വെക്കാൻ കഴിയണം. ഇത് ഈ ആരോപണം മാത്രം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇവിടെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിവരങ്ങളും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊണ്ടിരുത്തി നിങ്ങളുടെ മാധ്യമ ചാനൽ ഫ്ലോറുകളിൽ കൊണ്ടിരുത്തത് നിങ്ങൾക്ക് വിചാരണ ചെയ്യാൻ ഇട്ടുതരേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യപ്പെട്ട ആളുകൾ അതിന്റെ രേഖകൾ ചോദിക്കുമ്പോൾ എല്ലാ മിശ്ര വിവാഹങ്ങളും ലവ് ജിഹാദ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടിരുത്തുന്നാണോ പറയുന്നത്? ഒരു കേസ് പറയൂ, ഒരു കേസ് പറയൂ ശ്രീ ഷെബിൻ പീറ്റർ. മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് പറയൂ, ഒരു കേസെങ്കിലും പറയൂ. ഒരു കേസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാര്യമില്ല. അതിന്റെ നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ നിരവധി കേസുകളുടെ ഡേറ്റകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ ആ ഡേറ്റ വെച്ചിട്ട് കാര്യമുണ്ടോ? അതെന്ത് വർത്തമാനമാണ് ശ്രീ ഷെബിൻ പീറ്റർ? നിങ്ങളുടെ പോക്കറ്റിൽ കുറെ ഡേറ്റ ഉണ്ട്, ഞങ്ങളുടെ കൈ ഡേറ്റ ഉണ്ട്. അത് കുറെ 10-15 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേറ്റ പുറത്തുവിടണം മിസ്റ്റർ, ഒരു ഡേറ്റ എങ്കിലും പുറത്തുവിടണം. ഇവിടെ കിടന്ന് ഇങ്ങനെ കൊലവിളി വിളിക്കുന്നത് ഈ ഉത്തരേന്ത്യയും വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കാണുന്നില്ലേ? നിങ്ങളെ ഈ പറയുന്ന മിഷണറി സംവിധാനങ്ങളൊക്കെ അടിച്ച് തകർത്ത് നാമാവിശേഷം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും സാർ അറിയുന്നില്ലേ? മകന് ഒരു പാർട്ടി പ്രസ്ഥാനം ഉണ്ടാവണം, ഒരു പാർട്ടി വേണം. അതിനു വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിനോടുകൂടി മകനിൽ പിന്നെ നിലനിർത്തുക എന്നുള്ള ഒരു പാറ്റേണിലൂടെ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 400 കുട്ടികൾ ഒളിച്ചോടി, അതിൽ 41 പേര് തിരിച്ചു വന്നു. ഈ 41 പേര് ഈ എല്ലാ ചാനൽ ചർച്ചയിലെ ആൾക്കാർ കേൾക്കുന്നത് പോലെ ഈ 400 പേരുടെ അച്ഛനും അമ്മയുടെയും വിവരവും അല്ലെങ്കിൽ ഈ കുട്ടികളുടെ വിവരവും നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്ന് നിന്ന് 400 കുട്ടികൾ പോയി എന്ന് പറയുമ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഇന്ന ആൾക്കാർ പോയി, അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്താണ് പ്രശ്നം? അവരാണല്ലോ ഈ പറഞ്ഞത് 400 പേര് പോയെന്ന്. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു പിന്നെ കഥയുമായി വന്ന് ഇങ്ങനെ സമൂഹത്തിൽ പടച്ചു വിടാനും ഒരു സമുദായത്തെ മൊത്തത്തിൽ ഇദ്ദേഹത്തിന് മുസ്ലിം എന്ന് പറഞ്ഞ ഇത്രയും വിരോധം വരാനുള്ള ഒരു കാരണം എന്താ? തോൽപ്പിച്ചു. ഇതാണ് എൻ്റെ കാരണം. അദ്ദേഹത്തെ അവർ കൈവിട്ടു. കാരണം അവരാണല്ലോ ഉയർത്തിക്കൊണ്ട് പോയത്. അവർ അദ്ദേഹത്തെ കൈവിട്ടു. അപ്പൊ ഇനി യവന്മാർ ശരിയല്ല, യവന്മാർ തീവ്രവാദികളും ഭീകരവാദികളുമാണ്. അവർ ഇന്ത്യയിൽ പാടില്ല എന്ന് ഇദ്ദേഹം BJP-കാരോട് ചേർന്ന് പിന്നെ പച്ചയ്ക്ക് പല സ്ഥലങ്ങളിലും പല വേദികളിലും വിളിച്ചു പറയാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു പാർട്ടിക്കാരുടെയും പിന്നെ ഒരു പാർട്ടിക്കാരനും ഞാനുമായി യാതൊരു ഇതുമില്ല. എനിക്ക് ഒരു പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു പാർട്ടിക്കാരനെയാണ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കാരനെ പറയുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നല്ലത് ഏതാണോ നല്ലതിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ മോശമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും ആ മോശപ്പെട്ട ഭാഗത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. കാണുന്ന സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് സമൂഹത്തിനോട് പറയണം എന്ന്
പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതിൽ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും എനിക്കൊരു വിഷയമല്ല. കാരണം ഞാൻ ആരുടെയും പാർട്ടി അനുഭാവിയല്ല.